നമസ്കാരം, ശ്രീവ്ലോഗാണ്. നമ്മുടെ പത്തനാപുരത്തുള്ള MJ ഫിനാൻസ് എന്ന് പറഞ്ഞ തട്ടിപ്പ് സ്ഥാപനം, അതായത് ഗോൾഡ് തട്ടിപ്പ് സ്ഥാപനത്തിന്റെ ഓണറായ ജിനു ജോൺ എന്ന് പറഞ്ഞ വ്യക്തി 2 ദിവസമായിട്ട് പെയ്ഡ് മീഡിയകളെ വെച്ചിട്ട് വെളുപ്പിക്കുന്ന വീഡിയോ കൊണ്ടുവരുന്നത്. നിന്നോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. നീ പറയുന്നത് നിന്റെ 5 ലക്ഷം രൂപ ആരാണ്ട് മേടിച്ചോണ്ട് പോയി. അത് എവിടുന്ന് നിന്റെ കയ്യിൽ നിന്ന് മേടിച്ചോണ്ട് പോയി? എവിടെ വന്നിട്ടാണ് നിന്റെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപ മേടിച്ചത്? ഏത് സ്ഥാപനത്തിലാണെന്ന് വന്ന് അവർ മേടിച്ചേക്കുന്നത്? സ്ഥാപനം മുന്നേ ഉണ്ടായിരുന്നു, ഇപ്പോൾ നിനക്ക് സ്ഥാപനവും ഇല്ല, ഒന്നുമില്ല. നീ പറയുന്നത് പൂലോ കള്ളമാണ്. ഇല്ലെങ്കിൽ നീ തെളിയിപ്പിക്കും നിന്റെ സ്ഥാപനം ഏതാണെന്ന്. നിന്റെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപ പോയിട്ടുണ്ടെങ്കിൽ നീ എന്തുകൊണ്ട് കംപ്ലൈന്റ് ചെയ്തിട്ടില്ല? നീ എന്തുകൊണ്ട് FIR ഇടിപ്പിച്ചിട്ടില്ല അതിനകത്ത്? 5 ലക്ഷം രൂപ മേടിച്ച ഒരു ഡേറ്റ് എങ്കിലും അറ്റ്ലീസ്റ്റ് നിനക്കറിയണമെങ്കിൽ ആ ഡേറ്റ് എങ്കിലും നീ ഒന്ന് പറ. നീ പറയുന്നത് നിന്റെ സ്ഥാപനം പൂട്ടിക്കാൻ നോക്കുന്നത്. നിന്നെ പൂട്ടിപ്പോയ ഒരു സ്ഥാപനം പിന്നെ എങ്ങനെയാണ് പിന്നെ പൂട്ടിക്കുന്നത്? നിലവിൽ എവിടെയാണ് സ്ഥാപനം ഉള്ളത്? നീ അറ്റ്ലീസ്റ്റ് നീ ഒന്ന് കാണിക്ക്, ജനങ്ങളെ ഒന്ന് അറിയട്ടെ. നിനക്ക് എവിടെയാണ് സ്ഥാപനം ഉള്ളതെന്ന് ഞങ്ങൾ ജനങ്ങളും എല്ലാം ഒന്ന് അറിയട്ടെ. മാന്യനായിരുന്നെങ്കിൽ പിന്നെ നീ എന്തിനാണ് ഇന്നലെ നിന്റെ ഒരു കൂട്ടുകാരനെ വെച്ചിട്ട് എന്റെ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി കോംപ്രമൈസിന് വിളിപ്പിച്ചത്? നീ പറ. നീ സത്യസന്ധനാണെങ്കിൽ നീ നിയമപരമായിട്ട് പോയാൽ മതിയായിരുന്നു. നീ അത് വെച്ചിട്ട് എന്തിന് എന്റെ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ നോക്കിയത്? ഈ ആൾക്കാർ മുന്നോട്ട് വരുന്നുണ്ട്, നിനക്കെതിരെ കേസ് വരുന്നുണ്ട്. നീ ഇനി എന്ത് പരാതി എവിടെ കൊടുത്തെന്ന് പറഞ്ഞാലും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിന് വന്നേക്കുന്നതെല്ലാം. അതുകൊണ്ട് നിനക്കെതിരെ ഇനിയും പരാതി വരും. നീ പറയുന്ന ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ, പക്ഷെ ഇഷ്ടം പോലെ പേരാണ് നീ ചെയ്ത വീഡിയോയുടെ അടിയിൽ വന്ന് കമന്റ് ചെയ്തത്. എന്തുകൊണ്ട് നീ ആ കമന്റുകളെല്ലാം അതിന്റെ അഡ്മിനെ വെച്ചിട്ട് ഡിലീറ്റ് ചെയ്ത് കളയുന്നത്? നീ ഒന്ന് പറ. നിനക്കെതിരെ നീ എത്ര ഡിലീറ്റ് ചെയ്താലും നിനക്കെതിരെ പുതിയ പരാതി ഇനി വന്നുകൊണ്ടിരിക്കും. നിന്റെ മറ്റ് മാധ്യമ ചാനൽ ഇനി വാർത്ത വന്നുകൊണ്ടിരിക്കും. നീ നോക്കിക്കൂ. നീ മാന്യനാന്ന് പറയുന്നത് ഞാൻ ഒരു വോയിസ് കേൾപ്പിച്ചു തരാം, നീ ഒന്ന് കേക്ക്. എടാ ജിനു, നിന്റെ വോയിസുകളും നിനക്കെതിരെ ആരോ തന്ന എല്ലാം ഞാൻ ഇവിടെ കണ്ടും കേട്ടും ഇരിക്കുക. വീഡിയോകളും നീ ഇന്ന് കുറേ കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ചല്ലോ. നീ വളരെ സത്യസന്ധനാണെന്നും നീ 17 വർഷമായിട്ട് തുടങ്ങിയാണെന്നും ഒക്കെ. നീ ഈ കടയ്ക്കാമണ്ണ് വടക്കേ മുറിയിലെന്നും പറഞ്ഞേ ഈ ഒരു ബാങ്ക് ഇട്ടിരുന്നൊക്കെ അങ്ങ് മറന്നുപോയോ? നീ അന്ന് അതിന് തൊട്ടുമുറ്റത്ത് താമസിക്കുന്ന എൻ്റെ കയ്യിൽ നിന്ന് ഈ പരിസരത്ത് കിടക്കുന്ന എത്ര പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്നാണ് അന്ന് കാശ് വാങ്ങിച്ച് കളിപ്പിച്ചത്? കാശും സ്വർണവും കൂടെ ഞാൻ ഒരു 5 ലക്ഷം രൂപയ്ക്ക് നിൻ്റെ അടുത്ത് ഉണ്ടെന്ന് പണയം വെച്ച് നീ 6 മാസം കഴിഞ്ഞ് ഞാൻ എടുക്കാൻ വന്നപ്പോൾ നീ എൻ്റെ നിന്ന് 5 ലക്ഷം രൂപയും വാങ്ങിച്ചിട്ട് ഇപ്പോൾ വൈകിട്ട് പണയം തിരിച്ചു കൊണ്ട് തരാമെന്നും പറഞ്ഞുകൊണ്ട് നീ പോയവൻ പിന്നെ ഇതുവരെ എനിക്ക് ആ പണയമോ എൻ്റെ പൈസ നീ തന്നോടാ കള്ള. എന്നിട്ടാന്നോടാ നീ ഇന്ന് വലിയ സത്യസന്ധത, നിനക്ക് കൊടുക്കാനുണ്ടെങ്കിൽ നീ കൊടുക്കുമെന്നല്ലയോ? എന്നിട്ടാന്നോടാ നിൻ്റെ പേരിൽ കൊണ്ടുവന്ന് ഞാൻ കേസ് കൊടുത്തിരിക്കുന്നതും ഈ കേസെല്ലാം നിന്നെ അറസ്റ്റ് ചെയ്തതും നീ അവിടുന്ന് ജാമ്യത്തിൽ ഇറങ്ങിയതും ഒക്കെ നീ അങ്ങ് മറന്നുപോയോ? നീ ആരെ ബോധിപ്പിക്കാനാടാ നീ ഇതൊക്കെ ഇട്ടേക്കുന്നത്? നീ ഒരിക്കലും ഗുണം പിടിക്കത്തില്ലടാ. നീ ഇത്രയും പെണ്ണുങ്ങളെയും കളിപ്പിച്ച് വയസ്സ് ചെന്നവരെയെല്ലാം കളിപ്പിച്ച് വീടും അനാഥമാക്കിയിട്ട് നീ ഇപ്പം എന്തോടാ വലിയ സത്യവാനും പുണ്യാളനും ഒക്കെ ആവുന്നത്? എടാ നീ വലിയ മിടുക്കനാണല്ലോ. നീ മിടുക്കനാണെങ്കിൽ എന്നോട് വാങ്ങിച്ച സ്വർണവും എൻ്റെ പൈസയും കൊടുത്താ. എന്നിട്ട് നീ ബാക്കി കാര്യം